ഉരുകിയ NaCl അഥവാ മോൾട്ടൺ NaClനെ അഥവാ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഡിഫറെൻറ്റ് ഇലക്ട്രോഡുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിനും നിങ്ങളുടെ ടെക്സ്റ്റിലും വളരെ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ സാധനം ഉണ്ട്, നോക്കണേ. അതിനുവേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. മോൾട്ടൺ NaCl, ഉരുകിയ NaCl ഹൈ ടെമ്പറേച്ചറിൽ ഒരു 800 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോഴാണ് മോൾട്ടൺ NaCl വരുന്നത്. ആ NaCl ഇതാ ഇവിടെ ഉണ്ട്. ആ NaClലേക്ക് നമ്മൾ 2 ഇലക്ട്രോഡുകൾ ഇറക്കി വെച്ചു. ഗ്രാഫൈറ്റ് റോഡുകളാണ് ഇലക്ട്രോഡുകൾ. അതിലൊന്ന് കാഥോഡാണ്, മറ്റൊന്ന് ആനോഡാണ്. അതിലേക്ക് നമ്മൾ ബാറ്ററി വഴി ഇലക്ട്രിസിറ്റി അതിലേക്ക് കൊടുത്ത സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്കറിയാം കാഥോഡിൽ എന്ത് നടക്കും, റിഡക്ഷൻ നടക്കും. കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡാണ്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് വരുന്നത് സോഡിയം Na+ ആയിട്ടല്ലേ നിൽക്കുന്നത്, അത് അക്യുമുലേറ്റ് ചെയ്യും. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സാധനങ്ങളല്ലേ അട്രാക്ട് ചെയ്യുക. Na+ ഇതിൻ്റെ മുകളിൽ അക്യുമുലേറ്റ് ചെയ്ത് റിഡക്ഷൻ നടന്ന് സോഡിയം മെറ്റൽ ഉണ്ടായി. ഇനി ഇത് ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ, അവിടേക്ക് ആര് പോവും, Cl- പോവും. എന്നിട്ട് അവിടെ ഓക്സിഡേഷൻ നടന്നിട്ട് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ ഞാൻ പറയാം കേട്ടോ. ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തത് ആരാ, മോൾട്ടൺ NaCl. ക്ലിയർ. ഇവിടെ ഇലക്ട്രോഡുകളായിട്ട് യൂസ് ചെയ്ത് ഗ്രാഫൈറ്റ് റോഡ്. കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ്, ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവ്. കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടത് സോഡിയം മെറ്റൽ, ആനോഡിൽ ലിബറേറ്റ് ചെയ്യപ്പെട്ടത് ക്ലോറിൻ ഗ്യാസ്. ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ഇവിടുന്ന് സാധാരണ ചോദിക്കാറുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ വരാറുണ്ട്, ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ്. നേരത്തെ മോൾട്ടൺ ഉരുകിയ സോഡിയം ക്ലോറൈഡ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ Na+ഉം Cl- മാത്രമേ ഉള്ളൂ. പക്ഷേ അക്വസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വാട്ടറും കൂടി വരും, വാട്ടറും NaCl. അപ്പോൾ H+ ഉണ്ടാവും, OH- ഉണ്ടാവും, Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. അത്തരം സാഹചര്യത്തിൽ ഒരു കുഴപ്പമുണ്ട്. കാഥോഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ആനോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ കാഥോഡിലേക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് വരും. അപ്പോൾ ഒരു ഡൗട്ടായി, ഇവിടെ H+ ഉണ്ട്, Na+ ഉണ്ട്, ആരാണ് വരിക? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. ആർക്കാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്, അയാൾ അങ്ങോട്ട് വരിക, അത് H+ ആ. അപ്പോൾ ഈ H+ ഇവിടുന്ന് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് എന്തായിട്ട് മാറും, H ആയിട്ട് മാറും. ഇത് രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ H2 ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പോൾ കാഥോഡിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ്. ആനോഡിൽ ഇതേ പ്രശ്നമുണ്ട്. ഇവിടെ OH- ഉണ്ട്, Cl- ഉണ്ട്. ആരാണ് ഇലക്ട്രോണിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുക? കാരണം ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഇവിടെ OH- Cl- ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ഈ Cl-, 2 Cl- ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് Cl2 ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് Cl2 ഗ്യാസ് ആയിരിക്കും. ഞാനത് കളറൊന്ന് മാറ്റിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഏതായിരിക്കും, Cl2 ഗ്യാസ്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇത്ര മനസ്സിലാക്കുക. നമ്മളൊരു പോട്ട് എടുത്തു, ആ പോട്ടിലേക്ക് അക്വസ് NaCl എടുത്തു, ഇവിടെ പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ ഇറക്കി വെച്ചു, അതിനൊരു ബാറ്ററിയുമായി ബന്ധിപ്പിച്ചു, എന്നിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്തു. ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോൾ കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ലിബറേറ്റ് ചെയ്തു, ആനോഡിൽ ക്ലോറിൻ ഗ്യാസും ലിബറേറ്റ് ചെയ്തു. കാരണം Na+നേക്കാളും H+നാണ് ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുകൊണ്ട് H2 ഗ്യാസ് ഇവിടെ ലിബറേറ്റ് ചെയ്തു. ഇവിടെ OH- Cl- ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള കപ്പാസിറ്റി, അതുകൊണ്ട് ഇവിടുന്ന് ക്ലോറിൻ ഗ്യാസും ലിബറേറ്റ് ചെയ്തു. അപ്പോൾ കാഥോഡ് ലിബറേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ ആനോഡിൽ ലിബറേറ്റ് ചെയ്ത് ക്ലോറിൻ ഗ്യാസ് ആണ്. ഇതാണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇനി ദ റിമൈനിങ് ആ സൊല്യൂഷനിൽ ബാക്കി ആരൊക്കെ ഉണ്ടാവുക, OH- Na+ ഉണ്ടാവും. ദാറ്റ് മീൻസ് NaOH ആണ് അവിടെ ബാക്കി ഉണ്ടാവാറുള്ളത്. ക്ലിയർ.